അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1429, സൂറത്ത് ഇബ്രാഹിം 32 മുതൽ 34 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله الذي خلق السماوات والأرض وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ഒരു നാഥനാണ്. ഖലഖസ് സമാവാതി വൽ അർള ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. വ അൻസല മിനസ് സമാഇ മാഅ ആകാശത്ത് നിന്ന് അവൻ മഴ വർഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഫഅഖ്റജ ബിഹി അങ്ങനെ മഴ മുഖേന അവൻ പുറത്തു കൊണ്ടുവന്നു മിനസ് സമറാത്തി വിവിധ ഇനം പഴങ്ങളിൽ നിന്ന് റിസ്ഖൻ ലക്കും നിങ്ങൾക്കുള്ള ഉപജീവനത്തെ പുറത്തു കൊണ്ടുവന്നു. വസഖറ ലക്കുമുൽ ഫുൽക കപ്പലിനെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ലിതജ്രിയ ഫിൽ ബഹരി ബിഅംരിഹി അവന്റെ കൽപ്പന പ്രകാരം ആ കപ്പൽ സഞ്ചരിക്കാൻ വേണ്ടി. ലിതജ്രിയ ഫിൽ ബഹരി സമുദ്രത്തിൽ ആ കപ്പൽ സഞ്ചരിക്കാൻ വേണ്ടി ബിഅംരിഹി അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. വസഖറ ലക്കുമുൽ അൻഹാർ നദികളെയും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ സ്ഥിരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ രാവിനെയും പകലിനെയും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതിൽ നിന്നെല്ലാം അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുണത്തിനനുസരിച്ച് അവൻ നിങ്ങൾക്ക് നൽകി. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ ലാ തുഹ്സൂഹ അത് എണ്ണി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇന്നൽ ഇൻസാന നിശ്ചയം മനുഷ്യൻ ലവലൂമുൻ വല്ലാത്ത അക്രമിയും കഫാറുൻ വലിയ നിഷേധിയുമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ ഈ 3 സൂക്തങ്ങളിലൂടെ അല്ലാഹു തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ഈ ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, ഇന്നഹു തആല ലമ്മ അതാലൽ കലാമ ഫി വസ്ഫി അഹ്വാലി സുഅദാഇ വ അഹ്വാലിൽ അഷ്ഖിയാ കഴിഞ്ഞ കുറെ സൂക്തങ്ങളിലായി അല്ലാഹു തആല വിജയിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെയും അവസ്ഥകൾ വിവരിക്കുകയായിരുന്നുവല്ലോ. സാമാന്യം ദീർഘമായി തന്നെ വിജയിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന ഫെസിലിറ്റീസ്, പരാജയപ്പെട്ടവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന തിരിച്ചടികൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘമായി തന്നെ വിശദീകരിച്ചപ്പോൾ വഖാനത്തിൽ ഉംദത്തുൽ ഉലമാ വൽ മൻസിലത്തുൽ കുബ്റാ ഫി ഹുസൂലി സആദാത്ത് വിജയിക്കണം എന്നൊരു തോന്നൽ എന്തായാലും ചിന്തിക്കുന്നവന്റെ മനസ്സിൽ ആ വിവരണത്തിൽ നിന്ന് തോന്നി തുടങ്ങും എന്ന കാര്യത്തിൽ തർക്കമല്ല. കാരണം വിജയിച്ചവർക്കേ അവിടെ അല്ലാഹു തആല നൽകുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളും ആസ്വദിക്കാനും അനുഭവിക്കാനും അവസരമുണ്ടാവുകയുള്ളൂ. അപ്പൊ പിന്നെ എനിക്കും വിജയിക്കണം എന്ന ഒരു തോന്നൽ, ഒരു ഉൾവിളി എല്ലാവർക്കും ഉണ്ടാകും. എങ്കിൽ വിജയിക്കാനും ഉന്നത സ്ഥാനം നേടാനുമുള്ള ഏറ്റവും വലിയ അനിവാര്യമായ സംഗതി എന്ന് പറയുന്നത് എന്താണ്? അത് മഅരിഫത്തുല്ലാഹി തആല ബിദാത്തിഹി വസിഫാത്തിഹി അല്ലാഹുവിന് അവന്റെ സത്തയും അതേപോലെ തന്നെ അവന്റെ വിശേഷണങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി അല്ലാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ വിജയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഒരാൾ വിജയിക്കണമെങ്കിൽ ആ വിജയത്തിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകുന്ന
അള്ളാഹുവിനെ അവൻ അറിയേണ്ടതുപോലെ അറിയുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അറിയേണ്ടതുപോലെ അറിയുക എന്നതാണ്. എങ്കിൽ അതാണ് വിജയത്തിന്റെ മാനദണ്ഡം, അള്ളാഹുവിനെ അറിയുക എന്നത്. ഒഫി ഹുസൂലി ശഖാവത്തി ഫുഖ്ദാനു ഹാദിഹിൽ മഅരിഫ, പരാജയം ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണം എന്താ? ആ അറിവ് ഇല്ലാണ്ടക്കുക എന്നുള്ളതുമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിയായി അറിയുന്നവൻ വിജയത്തിന്റെ മേഖലകളിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയേണ്ടതുപോലെ അറിയാതെ ഇരുട്ടിൽ തപ്പുന്നവൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെടുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ വിഷയം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാകുമ്പോൾ ലാ ജറമ ഖതമല്ലാഹു തആല വസ്ഫ അഹ്വാലി സുഅദാഇ വൽ അഷ്ഖിയാഇ ബിദ്ദലാഇലി ദാല്ലത്തി അലാ വജൂദി സാനിഇ വകമാലി ഇൽമിഹി വഖുദ്റതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണെന്ന് വന്നപ്പോ, അതായത് വിജയിച്ചവർക്ക് സന്തോഷങ്ങളുണ്ട്, പരാജയപ്പെട്ടവർക്ക് വലിയ തിരിച്ചടികളുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ വിജയിക്കണം എന്ന തോന്നലും ഒരു ഉൾവിളിയും എല്ലാവർക്കും ഉണ്ടാകും. എങ്കിൽ വിജയത്തിന്റെ മാനദണ്ഡം അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കുക എന്നതാണ്. പരാജയത്തിന്റെ കാരണം അത് മനസ്സിലാകാതിരിക്കലുമാണ്. എന്ന് വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെയും പരാജയികളെയും സംബന്ധിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത് ഈ ലോകത്തെ സംവിധാനിച്ച് സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അവന്റെ അറിവും കഴിവുമൊക്കെ പൂർണ്ണതയിലെത്തിയ ഒരു നാഥനെ സംബന്ധിച്ചുള്ള തെളിവിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. വിജയിച്ചവർ വിജയിക്കാനുള്ള കാരണവും പരാജയപ്പെട്ടവർ പരാജയപ്പെടാനുള്ള കാരണവും യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ അഭാവം പരാജയത്തിലേക്കും അറിവ് സജീവമാകുന്നത് വിജയത്തിലേക്കും മനുഷ്യരെ എത്തിക്കുന്നുവെങ്കിൽ ആ വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ ആസ്തിക്യം, അല്ലാഹു തആല ഉള്ളവനാണ് എന്ന അറിവ്. ആ അറിവിലേക്ക് മനുഷ്യനെ എത്തിക്കലാണ്. ആ അറിവിലേക്ക് മനുഷ്യനെ എത്തണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു ഉള്ളവനാണ് എന്ന ബോധ്യം വേണം. ആ അല്ലാഹു തആല ഉണ്ട് എന്ന് മാത്രമല്ല, അവന്റെ അറിവും കഴിവും എല്ലാം സമ്പൂർണമാണെന്നും അവന്റെ അറിവിനെയും കഴിവിനെയും വെല്ലുവിളിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു ശക്തിയും വേറെ ഇല്ല എന്നും കൃത്യമായി ബോധ്യപ്പെടണം. അപ്പൊ അത് ബോധ്യപ്പെടുത്താൻ ഓരോ മനുഷ്യന്റെയും കൺമുന്നിൽ അവൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന തെളിവുകളെ അല്ലാഹു തആല പറയുകയാണ് ഇവിടെ. അപ്പൊ റബ്ബിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്ന കയ്യെത്തിപ്പിടിക്കാവുന്ന തെളിവുകളെ അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ് ഇവിടെ. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, "ദക്കറ ഹാഹുന അശറത അൻവാഇ മിനദ് ദലാഇൽ", അല്ലാഹുവിന്റെ ആസ്തിക്യത്തിന്, അവന്റെ ഖുദ്റത്തിന്, അവന്റെ അറിവിന് എല്ലാം തെളിവായി 10 മാറ്ററുകളാണ്, അല്ലെങ്കിൽ 10 കാര്യങ്ങളാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. അവ്വലുഹാ ഖൽഖുസ് സമാവാത്ത്, ഒന്നാമത്തത് ആകാശങ്ങളെ പടച്ചു എന്നത്. വസാനിഹ ഖൽഖുൽ അർള്, രണ്ടാമത്തത് ഭൂമിയെ പടച്ചു എന്നത്. അതാണ് അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള എന്ന ആ ഭാഗത്ത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല ആകാശങ്ങളെയും ഭൂമികളെയും പടച്ചവനാണ്, ഭൂമിയെയും പടച്ചവനാണ് എന്ന്. വസാലിസുഹ, മൂന്നാമത്തത് അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആകാശത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരികയും ആ വെള്ളം മുഖേന ഭൂമിയിൽ നിങ്ങൾക്ക് ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്തു എന്നതാണ്. വറാബിഉഹ, നാലാമത്തെ കാര്യം ഖൗലുഹു വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രിയ ഫിൽ ബഹരി ബിഅംരിഹി, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു എന്നതാണ്. അഞ്ചാമത്തതോ സഖറ ലക്കുമുൽ അൻഹാർ, നദികളെ നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തി തന്നു എന്നതാണ്. വസാദിസുഹ വസാബിഉഹ, ആറാമത്തേതും ഏഴാമത്തേതും ഖൗലുഹു വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ, സ്ഥിരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രനെ കീഴ്പ്പെടുത്തി തന്നു എന്നതാണ് 6ഉം 7ഉം. സാമിനുഹ വതാസിഉഹ, 8ഉം 9ഉം വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ, രാവിനെയും പകലിനെയും കീഴ്പ്പെടുത്തി തന്നു എന്നതാണ്. വആശിറുഹ, 10ാമത്തത് ഖൗലുഹു, അല്ലാഹുവിന്റെ വാക്കാണ്, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, നിങ്ങൾ ചോദിക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു നിങ്ങൾക്ക് നൽകി എന്നതാണ്. ഇങ്ങനെ 10 സംഗതികൾ, അതായത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ അതിന്റെ ഓരോ വിഷയങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം താൽക്കാലികമായി എങ്ങനെയോ യാന്ത്രികമായി ഉണ്ടായിപ്പോയതൊന്നുമല്ല. ഇതിന്റെ പിന്നിലെല്ലാം ആരുണ്ട്? ഒരു സമ്പൂർണനായിട്ടുള്ള, സർവജ്ഞനായിട്ടുള്ള,
സർവശക്തനായിട്ടുള്ള ഒരു സംവിധായകൻ, ഒരു ശക്തനുണ്ട് എന്നതിന്റെ തെളിവ് ബുദ്ധിയുള്ളവന് മനസ്സിലാക്കാൻ പറ്റും. ആകാശങ്ങളെ പരിശോധിച്ചു നോക്കൂ, ഭൂമിയെക്കുറിച്ച് പഠനം നടത്തി നോക്കൂ, സൂര്യചന്ദ്രന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തി നോക്കൂ, മഴ വർഷിച്ചുകൊണ്ട് ഭൂമിയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ, കടലിലൂടെ യാത്ര ചെയ്യുകയും ചരക്കുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കപ്പലുകളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ, മറ്റു നദികളിലൂടെ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ, രാവും പകലും മാറി വരുന്നതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. അതേപോലെ നമുക്ക് ഓരോ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഓരോ സംഗതികൾ, ഓരോ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ലഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇതെല്ലാം യാന്ത്രികമായി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്രതീക്ഷിതമായി ഒരു പ്രത്യേക സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഒരാളുടെ നിയന്ത്രണങ്ങളോ ഇല്ലാതെ ഇങ്ങനെ നടക്കുകയാണ് എന്ന് തലച്ചോറിന് കാര്യമായിട്ട് തകരാറൊന്നുമില്ലാത്ത ഒരാൾ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. കാരണം എന്താ? ഈ പ്രകൃതിയിൽ അവൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ സംഗതി ഉണ്ടാകണമെങ്കിൽ പോലും ഒരു മൂവർ അതിനെ ആ രംഗത്തേക്ക് നയിക്കുന്ന, ആ രംഗത്തേക്ക് അതിനെ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു ശക്തി ആവശ്യമാണ്. ആ ശക്തി ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഒരാൾ ഒരു കാറിന്റെ അകത്ത് കയറിയിരുന്നിട്ട് ആ കാറിന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ എന്ത് ചെയ്താല് തള്ളിയ കാറ് പോവോ? ഇല്ല. പുറത്തുനിന്ന് ഒരാൾ എന്ത് വേണം? അത് തള്ളാൻ വേണ്ടി വരണം. എങ്കിൽ ഈ സംവിധാനങ്ങൾ, ഓരോ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി നോക്കിയാലും ഇതൊന്നും യാന്ത്രികമല്ല, അപ്രതീക്ഷിതമായിട്ടിങ്ങനെ ഉണ്ടായിപ്പോയതുമല്ല. ഇതിന്റെ പിന്നിലെല്ലാം ശക്തനായിട്ടുള്ള ഒരു സൃഷ്ടാവ് ആവശ്യമാണ്, ഒരു കൺട്രോളർ ആവശ്യമാണ്. കാരണം കൺട്രോളിലില്ലെങ്കിൽ ഇത് എപ്പോഴും ഡിസോർഡർ ആകാം. പക്ഷെ ഇതൊന്നും ഡിസോർഡർ ആകാതെ കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് സ്മൂത്തായി നടക്കല്ലേ. അങ്ങനെ സ്മൂത്തായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് ബുദ്ധിയുള്ളവർ സമ്മതിച്ചേ പറ്റൂ. അത് സമ്മതിക്കാത്തവൻ, അവനെ സംബന്ധിച്ചിടത്തോളം തലച്ചോറിന് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കാനേ നിവൃത്തിയുള്ളൂ. അപ്പൊ അള്ളാഹുവിനെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരാളുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം. അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അള്ളാഹു താല ഈ 3 സൂക്തങ്ങളിൽ കാര്യങ്ങൾ വിവരിച്ചിട്ടുള്ളത് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ ഓരോന്നും പരിശോധിച്ച് നോക്കൂ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, യുഅജ്ജിദു തആല നിഅമഹു അലാ ഖൽഖിഹി, അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി പറയുകയാണ്. ബിഅൻ ഖലഖലഹുമുസ് സമാവാതി സഖഫൻ മഹ്ഫൂള, ആകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതമായ ഒരു മേൽക്കൂരയായി അവർക്ക് സംവിധാനിച്ചു എന്നത്. ഇങ്ങനൊരു മേൽക്കൂരല്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ തോന്നുമായിരുന്നു. എന്നാൽ അവന്റെ ഒരു വലിയ സംരക്ഷണം ഭിത്തി എന്ന രൂപത്തിൽ അവന്റെ ഒരു കെട്ടിടത്തിന്റെ അകത്ത് താമസിക്കുന്ന അതേ ഫീലിംഗ് നൽകുന്ന മേൽക്കൂര, ആകാശമാകുന്ന മേൽക്കൂര അള്ളാഹു തആല സംവിധാനിച്ചു. വല്ലർള ഫിറാശ, ഭൂമി അവനൊരു വിരിപ്പ് കണക്കെ ഉപയോഗത്തിന് പറ്റും വിധത്തിൽ അള്ളാഹു തആല സംവിധാനിച്ചു. ആകാശത്തുനിന്ന് അള്ളാഹു തആല മഴ വർഷിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ ധാരാളം കൃഷികൾ, അതേപോലെ തന്നെ പഴങ്ങൾ എല്ലാം സംവിധാനിക്കപ്പെട്ടു. വിവിധ ഇനം പഴങ്ങൾ, വിവിധ ഇനം പച്ചക്കറികൾ, ഇതെല്ലാം മനുഷ്യന് ഉപയോഗിക്കാനുള്ള അവസരമുണ്ടായി. മുഖ്തലിഫൽ അൽവാനി വൽ അഷ്കാൽ, വ്യത്യസ്ത നിറങ്ങളിലും അതേപോലെ തന്നെ വ്യത്യസ്ത ശൈലികളിലും വ്യത്യസ്ത ടേസ്റ്റിലുമുള്ള ആ വ്യത്യസ്ത മണങ്ങളിലുമൊക്കെയുള്ള പഴങ്ങൾ അവന് ആസ്വദിക്കാനുള്ള അവസരമുണ്ടായി. വസഖറൽ ഫുൽക, കപ്പലുകളെ അല്ലാഹു തആല മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്തു. എങ്ങനെ? ബിഅൻ ജഅലഹ താഫിയതൻ അലാ തയ്യാരിമാഇൽ ബഹർ, കേട്ടോ, സമുദ്രത്തിലെ വെള്ളത്തിന് മുകളിൽ മുങ്ങിപ്പോകാത്ത വിധത്തിൽ ആ കപ്പലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ റെഡിയാക്കി നിർത്തിക്കൊടുക്കുകയും എന്നിട്ട് തജ്രി അലൈഹി ബിഅംരില്ലാഹി തആല, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ സമുദ്രത്തിന്റെ മുകളിലൂടെ ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ സഞ്ചരിക്കുന്ന കപ്പൽ ഉപയോഗപ്പെടുത്തിയിട്ട് സഖറ ലക്കുമുൽ ബഹറ, സമുദ്രത്തെ നമുക്കുദ്ദേശിക്കുന്ന വിധത്തിൽ ഈ കപ്പൽ മുഖേന കീഴ്പ്പെടുത്താൻ, നമുക്ക് കൈകാര്യം ചെയ്യാൻ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു. യഹ്മിലുഹാലി യഖ്തഅൽ മുസാഫിറൂന ബിഹാ മിൻ ഇഖ്ലീമിൻ ഇലാ ഇഖ്ലീമിൻ ആഖർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ ജലഗതാഗത മാർഗങ്ങളുടെ സംവിധാനമായി അള്ളാഹു തആല കപ്പലിനെ, വഞ്ചികളെ, തോണികളെ ഒക്കെ അള്ളാഹു തആല കീഴ്പ്പെടുത്തി തന്നു. അതോടൊപ്പം തന്നെ ലിജൽ ബിമാഹുന ഇലാഹുനാക് വമാഹുനാക ഇലാഹുന, അപ്പുറത്തൊരു സ്ഥലത്തുള്ള സാധനങ്ങൾ, ചരക്കുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇവിടെയുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകാനും,
ആളുകൾക്ക് സിവിലിയന്മാർക്ക് സഞ്ചാരത്തിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താനുമുള്ള സംവിധാനം, ജലഗതാഗതത്തിന്റെ വിശാലമായ മാർഗങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് തുറന്നു തന്നു. വസഖറൽ അൻഹാറ, നദികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണഗതിയിൽ സമുദ്രം, കടൽ എന്ന് പറയുന്ന ആ സംവിധാനത്തിലൂടെ ലഭ്യമാകുന്ന സൗകര്യങ്ങളോടൊപ്പം തന്നെ കടലിന്റെ അത്ര തന്നെ വിശാലതയില്ലാത്ത ചില സൗകര്യങ്ങൾ ചിലയിടത്ത് ഉപയോഗപ്പെടുത്തണം. അതിന്റെ അനുജനായി പരിചയപ്പെടുത്താവുന്ന പുഴകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. അതിൽ മറ്റൊരു കാര്യവും കൂടെ മുഫസ്സിറുകൾ നിരീക്ഷിക്കുന്നുണ്ട്. കടലിലെ വെള്ളം പലപ്പോഴും ഉപ്പുരസമുള്ള വെള്ളമാണ്. അതേസമയത്ത് സാധാരണ പുഴയിലെ വെള്ളമൊക്കെ, തോട്ടിലെ വെള്ളമൊക്കെ ആണെങ്കിലോ അത് ഉപ്പുരസമില്ലാത്ത വെള്ളമാണ്. അപ്പൊ നമുക്ക് വിവിധ ഉപയോഗത്തിന് വിവിധ രൂപത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെള്ളങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചു തന്നു. ഇതെല്ലാം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയത് എന്തിനാണ്? റിസ്ഖൻ ലിൽ ഇബാദി മിൻ ശുർബിൻ വസഖിൻ വഗൈരി ദാലിക മിൻ അൻവാഇൽ മനാഫിഅ, കുടിക്കാനും തിന്നാനും മറ്റു ഉപകാരങ്ങൾക്കുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ സൗകര്യങ്ങളെ നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരം അല്ലാഹു തആല തന്നിരിക്കുകയാണ്. ഇതാണ് അല്ലാഹു. ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചൊരു ശക്തി ആവശ്യമാണെന്ന് ബുദ്ധിയുള്ളവൻ സമ്മതിച്ചേ പറ്റൂ. എങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി നടക്കണമെങ്കിൽ ഇതിന്റെ പിന്നിലൊരു ശക്തി വേണം. ആ ശക്തിയാണ് അല്ലാഹു തആല. മറ്റൊരു മൾട്ടിനാഷണൽ കമ്പനിയും അത് ഞങ്ങളാണ് അത് ചെയ്യുന്നത് എന്ന് അവകാശപ്പെട്ട് വന്നിട്ടില്ല. പിന്നെ അല്ലാഹുവിനെ നിരാകരിക്കുകയും അതേപോലെ തന്നെ ദൈവത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതൊക്കെ വെറുമൊരു പ്രകൃതിയാണ് എന്ന് ചുമ്മാ വാചകമടിക്കുക എന്നല്ലാതെ അതിനൊരു തെളിവും അവരുടെ കയ്യിലില്ല. മാത്രവുമല്ല, ഈ പ്രകൃതി എന്ന് പറയുന്ന അതൊരു ശക്തിയായിട്ട് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ അവർ പേര് അല്ലാഹു എന്ന് പറയുന്നതിന് പകരം പ്രകൃതി എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള ഒരു ശക്തിയെ നിരാകരിക്കാൻ ബുദ്ധിയുള്ളവന് സാധിക്കില്ല എന്ന് തന്നെയാണ് വസ്തുത എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു, രാവും പകലും അതേപോലെ സൂര്യനും ചന്ദ്രനും, ദായിബൈനി എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും കീഴ്പ്പെടുത്തി തന്നു എന്ന് ഇവിടെയൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇവകളുടെ ഒക്കെ ഉപകാരങ്ങൾ നിങ്ങൾക്ക് എടുക്കാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു തആല ഒരുക്കി തന്നു. ഇതിന്റെ ഒക്കെ ബെനിഫിറ്റ് ആസ്വദിക്കാനും അതിന്റെ ഉപകാരങ്ങൾ നേടാനുമുള്ള സംവിധാനങ്ങൾ അല്ലാഹു ഉണ്ടാക്കി തന്നു എന്നാണ്. സ്ഥിരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും ചന്ദ്രനും, സൂര്യൻ അതേപോലെ ചന്ദ്രൻ, അതിന്റെ ഒന്നും പ്രവർത്തനങ്ങൾ എന്താവണില്ല, മുടങ്ങിപ്പോണില്ല. അതുപോലെ തന്നെ രാവും പകലും അത് എന്ത് ചെയ്യുന്നു? പകൽ പോകുമ്പോഴേക്ക് രാവ് വരുന്നു, രാവ് പോകുമ്പോഴേക്ക് പകൽ വരുന്നു. ഒരു സ്ട്രൈക്ക് ഉണ്ടാവണില്ല, അല്ലെ? ഒരു സ്ട്രൈക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു 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 സംവിധാനം ഇവിടല്ല. മറിച്ച് രാവ് പോകുമ്പോൾ പകല്, പകല് പോകുമ്പോൾ രാവ്. സൂര്യനും ചന്ദ്രനും അതിന് നിശ്ചയിക്കപ്പെട്ട കൃത്യമായിട്ടുള്ള സഞ്ചാരപഥത്തിലൂടെയുള്ള സഞ്ചാരം, അത് മുഖേന സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ പ്രകൃതിപരമായിട്ടുള്ള സേവനങ്ങൾ അതെല്ലാം നിർവഹിച്ചു നൽകുന്നു. ഇത്തരത്തിലുള്ള പ്രകൃതി സംവിധാനങ്ങൾ മാത്രമല്ല, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നതിൽ നിന്നെല്ലാം നിങ്ങളുടെ ഗുണമനുസരിച്ച് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാത്തിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞെടുത്ത് അലാ ഹസബി മസാലിഹിക്കും, നിങ്ങളുടെ നന്മ അനുസരിച്ച്. അതായത് നിങ്ങൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് ഗുണാന്ന് നിങ്ങൾക്ക് തോന്നിയാലും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാവിയിൽ അത് ഗുണമാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫലപ്രദമായ വിധത്തിലുള്ള ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്നു. അപ്പൊ ഇതെല്ലാം നൽകിയിട്ടുള്ള അല്ലാഹു വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കിയാൽ ലാ തുഹ്സുഹാ, അത് എണ്ണിത്തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്. നോക്കൂ, എത്ര വിശാലമായിട്ടുള്ള ഒരു ആശയമാണ് അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആലാന്റെ അനുഗ്രഹങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകുന്നവർക്ക്, അവനെ മനസ്സിലാക്കുന്നവർക്ക് വിജയവും അതിനെ നിഷേധിക്കുന്നവർക്ക് പരാജയവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുമ്പോൾ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നിർദ്ദേശിക്കുന്നത് എന്താണ്? ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നാഥനെ നിങ്ങൾ പരമാവധി നന്ദി ചെയ്തുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാവണം. എപ്പോഴും അള്ളാഹുവാണ് ഇത് നൽകിയതെന്ന ഓർമ്മയും ബോധ്യവും നിങ്ങൾക്ക് വേണം. അതുണ്ടാവണമെങ്കിൽ അള്ളാഹു തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കണം.
അതാണ് വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല പറഞ്ഞാൽ ഓരോ നിഅമത്തുകളും നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുമ്പോൾ നമുക്കത് എണ്ണിത്തീർക്കാൻ പറ്റാത്ത അത്രയും അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ 3 ഏടുകൾ അവൻ അല്ലാഹു തആല നൽകും. ഒന്നിൽ അവന്റെ സൽക്കർമ്മങ്ങൾ ഉണ്ടാകും, മറ്റൊന്നിൽ അവന്റെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും, വേറൊന്നിൽ അല്ലാഹു തആല അവന് നൽകിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. എന്നിട്ട് ആ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഏറ്റവും ചെറിയൊരു അനുഗ്രഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്റെ അമലുകളിൽ നിന്ന് നിന്റെ പ്രതിഫലം നീ എടുത്തോളൂ എന്ന് പറയും. അങ്ങനെ ആ ചെറിയ അനുഗ്രഹം തന്നെ അവന്റെ അമലുകളെല്ലാം പരിശോധിച്ച് അതൊക്കെ എടുത്തിട്ട് ആ അനുഗ്രഹം പറയും, വഇസ്സതിക മസ്തൗഫൈതു, പടച്ചോനെ നിന്റെ മഹത്വം തന്നെ സത്യം, എനിക്കുള്ള വില പോലും ആയിട്ടില്ല. അതായത് അള്ളാഹു നമുക്ക് ചെയ്തൊരു ചെറിയ അനുഗ്രഹത്തിനുള്ള നന്ദി പോലും ആകുന്നില്ല. ജീവിതകാലം മുഴുവനും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അത്രയും വിശാലമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ. അപ്പൊ പിന്നെ ബാക്കി നമ്മുടെ ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളും ബാക്കി അനുഗ്രഹങ്ങളും ഒക്കെ അവിടെ പ്രതിഫലം ചെയ്യാൻ പകരം കൊടുക്കാൻ പറ്റാതെ നിൽക്കല്ലേ. അപ്പൊ അത് നിൽക്കുമ്പോ അള്ളാഹു ആവുന്ന യജമാനൻ അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളോട് പറയണം, യാ അബ്ദീ ഖദ് വഅഅ്തു ലക ഹസനാതിക വതജാവസ്തു അൻ സയ്യിആതിക, അടിമയെ ഞാൻ നിന്റെ നന്മകൾ വർദ്ധിപ്പിച്ചു തരികയും നിന്റെ ദോഷങ്ങളൊക്കെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തണം. കാരണം അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹത്തിന് നമ്മൾ നന്ദി ചെയ്താൽ പോലും ആ നന്ദി ചെയ്യുന്നത് അതിന് നമുക്ക് അവസരം ഉണ്ടായത് ഒരു അനുഗ്രഹമാണ്. അതിന് വീണ്ടും നന്ദി ചെയ്യാൻ നമ്മൾ വിധിക്കപ്പെട്ടവരാകും. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിവരിക്കുന്നുണ്ട്, വഖദ് റുവിയ ഫിൽ അസർ, മഹാന്മാരുടെ വാക്യങ്ങളിൽ വന്നിട്ടുണ്ട്, അന്ന ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി പടച്ചോനെ കൈഫ അഷ്കുറുക, ഞാൻ എങ്ങനെയാ നിനക്ക് നന്ദി ചെയ്യാവൂ, ശുക്രീലക നിഅമത്തും മിൻക അലയ്യ, കാരണം ഞാൻ നിനക്ക് ചെയ്യുന്ന നന്ദി എന്ന് പറയുന്നത് നീ എനിക്ക് നൽകിയ പുതിയൊരു അനുഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ വീണ്ടും ഞാൻ ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥനാവുമല്ലോ. അപ്പൊ നന്ദി ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഫഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, അൽ ആന ശകർതനി യാ ദാവൂദ്, ഇപ്പോൾ ദാവൂദ് നബിയെ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്തവനായി എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നന്ദി ചെയ്തവനായി എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകുന്ന യജമാനൻ നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ധാരണ അത് നമുക്കുണ്ടാവുക. എന്നിട്ട് ഒരനുഗ്രഹം നമുക്ക് കിട്ടിയാൽ അതിന് നന്ദി ചെയ്യുക എന്നതിന് നമുക്ക് അവസരം ഉണ്ടായാൽ അത് മറ്റൊരു അനുഗ്രഹമാണ്. അപ്പൊ ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും പടച്ചോൻ എന്നെ കൊണ്ട് നിനക്ക് നന്ദി ചെയ്യാനാവില്ലാത്ത ദുർബലനാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തണം. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇബ്നു കസീർ തുടർന്ന് പറയുന്നുണ്ട്, ലൗ കുല്ലു ജാരിഹത്തിൻ മിന്നീ ലഹാ ലുഗത്തുൻ തുസ്നി അലൈക ബിമാ ഔലൈത മിൻ ഹുസ്നി ലകാന മാ സാദ ശുക്രി ശകർതു ബിഹി ഇലൈക അബ്ലഗ ഫിൽ ഇഹ്സാനി വൽ മിനനി. എന്റെ ഓരോ പാർട്ടുകൾക്കും, ശരീരത്തിന്റെ പാർട്ടുകൾക്കും ഓരോ ഭാഷയുണ്ടായിരുന്നുവെങ്കിൽ, ഓരോ നാവുണ്ടായിരുന്നുവെങ്കിലും ആ നാവ് ഉപയോഗിച്ച ആ അവയവങ്ങളെല്ലാം നിനക്ക് ശുക്ർ ചെയ്യുകയും ചെയ്താൽ പടച്ചോനെ എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരുന്ന ആ ശുക്ർ, ആ അനുഗ്രഹങ്ങൾ അതിനൊന്നും തന്നെ പകരം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നവനായി മാറും. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മളെ കൃത്യമായി ബാധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ വിസ്മരിച്ചു പോകുന്ന നന്ദി കെട്ടവരായി നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു തആല അസംഖ്യം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ നിരന്തരം അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി വേണ്ട പോലെ നടന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ പടച്ചവനെ പഴിക്കുന്ന, അല്ലെങ്കിൽ അല്ലാഹു തആല എനിക്കൊന്നും തന്നില്ലെന്ന് നിഷേധം പറയുന്ന സ്വഭാവത്തിലേക്കൊന്നും നമ്മൾ എത്താൻ പാടില്ല. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറഞ്ഞു, ഇന്നൽ
ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, മനുഷ്യൻ പക്ഷേ അങ്ങേയറ്റത്തെ അതിക്രമിയും വല്ലാത്ത നിഷേധിയുമാണ്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ അവന് ലഭിച്ചിട്ടും ആ അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി ചെയ്യുന്നതിന് പകരം പലപ്പോഴും നന്ദികേടിലേക്ക് പോവുകയാണ്. നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.